ജനപക്ഷം നേതാവ് ശ്രീ പി സി ജോർജ് എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ പി സി ജോർജ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാവുന്ന. ശ്രീ പി സി ജോർജ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും മുന്നണി നേതൃത്വത്തിൻ്റെയും സംരക്ഷണം തേടി നടക്കുകയാണ് പി ജെ ജോസഫ്. മുന്നണിക്കൊപ്പം നിൽക്കും എന്നാണ് ഇന്ന് മോൻസ് ജോസഫ് പി ജെ ജോസഫിന് അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞതും. ഈ നീക്കങ്ങൾ എന്തുദ്ദേശത്തിൽ നടത്തുന്നതാണ് ശ്രീ പി സി ജോർജ്? അതായത് ഈ കോൺഗ്രസിന് ഒരു ബാധ്യതയുണ്ടല്ലോ, ജോസഫിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിന്. കാരണം ഇടതുപക്ഷത്ത് വലിയ 3-4 വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ജോസഫാണ് അത് രാജിവെച്ചിട്ട് UDP ചേർന്നത്, UDPയോടൊപ്പം വന്നത്. പാർട്ടി യോജിക്കാനും നന്ദിയില്ലാത്ത ആളാണ് മാണി. അത് വേറെ കാര്യം. മാണി നന്ദിയില്ലെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാരെല്ലാം നന്ദിയില്ലാത്തവരാണ്. മനസാക്ഷി നീതിബോധം ഇല്ലാത്ത രാഷ്ട്രീയക്കാർ മുഴുവൻ മാറുന്നു ഞാൻ കരുതുന്നത്. എനിക്ക് നന്ദികേട് കാണിക്കാൻ ജീവിതത്തിൽ പറ്റും. അങ്ങനെ കുറച്ചുപേരെങ്കിലും കോൺഗ്രസ് കാണിച്ചേ. ഉമ്മൻചാണ്ടി തന്നെ കാര്യസാധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുള്ളിയുടെ കാര്യത്തിൽ നിൽക്കുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മനസാക്ഷി നീതിബോധമുള്ള ആളുകൾ കോൺഗ്രസ് ഉണ്ടാവും എന്നാ എന്റെ വിചാരം. അങ്ങനെയെങ്കിൽ മാണി ഉത്തരം പറയും. മാണി ഉത്തരം പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്റെ ഒരു വിചാരം, ഒരു വലിയ താമസമില്ലാതെ ഒരു തീരുമാനം ജോസഫിന് അനുകൂലമായി കോൺഗ്രസിൽ നിന്നുണ്ടാവും. അത് മാണിയുടെ വാർത്തകളിലുമായിരിക്കും. മാണി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതായത് ഞാൻ ആളെ മോശമാക്കാൻ പറയുന്നതല്ല. മാണി കൊണ്ടൊന്ന് ഇരുതിയായിരിക്കും, ഏൽപ്പിച്ച് നിർത്തിയാൽ നിൽക്കും, കിടക്കാൻ പറഞ്ഞാൽ പറ്റിയ പിടിച്ച് കിടത്തിയാൽ കിടക്കും, അത്രേ ഉള്ളൂ. ആ മാണിയെ വെച്ചുകൊണ്ട് കോൺഗ്രസിന് എത്ര നാള് മുന്നോട്ട് പോകാൻ കഴിയും? ആ മകന്റെ ഓളത്തരത്തിന് മുഴുവൻ കൂട്ടിരിക്കേണ്ട ഗതിയാണ്. മകൻ പറയുന്നത് എന്തോ അതിൽ ഒപ്പിടുന്നുള്ളതിന് അപ്പുറത്തൊന്നും ചെയ്യാൻ ബഹുമാനായ KM മാണിക്ക് ഇപ്പൊ കഴിയുന്നില്ല. ഞാൻ വസ്തുപരമായിട്ട് സംസാരിക്കും. എനിക്ക് മാണി വിരോധം പറയല്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് KM മാണി ഒരു കുറ്റവും പറയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ നിലയിലാണ് അദ്ദേഹം. അപ്പോ ജോസ് കെ മാണി എന്ന് പറയുന്ന എട്ടുമുട്ടും ചെയ്യാത്ത രാഷ്ട്രീയക്കാരൻ തരുതോർജുമായിട്ട് നടക്കുക ഇപ്പോഴും. അറിയാമോ എന്തൊരു നാണക്കേടാ? അയാളെ ചുമക്കേണ്ട ജോലിയാണ് കോൺഗ്രസിനുള്ളത്. ഒരു മാനമര്യാദയുള്ള കോൺഗ്രസുകാരുടെ ഇളം ചുമന്ന് നടക്കാൻ പറ്റും. ആ നിലയ്ക്ക് ജോസഫിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ മനസാക്ഷിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ മനസാക്ഷി മരവിക്കാത്തവരും നീതിബോധമുള്ളവരുമായ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനമെടുക്കും. അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. ഇല്ല ഇയാളെ ഈ ചെറുക്കൻ ചുമന്നുകൊണ്ട് എത്ര നടക്കാൻ പറ്റും? 4 നയിച്ചു പോകരെ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ജോസഫിന് അനുകൂലമായിരിക്കും, ജോസഫിന് ഗുണകരമാകും എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം കോൺഗ്രസ് ഒരുക്കുമെന്ന്. ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ശക്തരായി നിൽക്കുന്നത് എന്തായാലും ഈ മാണി ഗ്രൂപ്പ് തന്നെയാണ്. ശ്രീ റോയിയും ഇവിടെ പറഞ്ഞതുപോലെ PJയും മോൻസ് ജോസഫും മാത്രമേ ഉള്ളൂ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ളത്. ഇവർക്ക് പിളർന്നു വരാൻ കഴിയില്ല. പറഞ്ഞോളൂ സാർ. ഒരു കാര്യം ആയിരം ഈ വിവരങ്ങളൊക്കെ ആരാ പറയും? ഞാൻ മാണി ഗ്രൂപ്പിനകത്ത് എത്രയോ പ്രവർത്തകരും നേതാക്കന്മാരോട് സംസാരിക്കും. ആത്മാർത്ഥമായി മാണിയുടെ കാലം കഴിഞ്ഞാൽ മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ കാണില്ല. ഈ മകന്റെ കൂടത്തിലൊന്നും നിൽക്കാൻ ആളെ കിട്ടുകയില്ല. CF തോമസ് MLA ഒരു കാരണവശാലും ഈ പയ്യന്റെ നേതൃത്വം കഴിച്ച് നിൽക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ 1 മാസത്തിന് ചെറുക്കൻ ചെയർമാനാക്കും, ഒപ്പിടും. മാണിക്ക് പറ്റുമല്ലോ, ചെറുക്കൻ പറയും, ഒപ്പിടും. ആ മാണിയുടെ കൂടെ ജോസ് കെ മാണി ചെയർമാനായ പാർട്ടി PJ ജോസഫും CF തോമസും നിൽക്കുന്നു വരുന്നുണ്ടോ? ജയരാജൻ പോലും നിൽക്കുകയല്ല. ജയരാജൻ നാണക്കേടല്ലേ? അച്ഛൻ കുറുപ്പിന്റെ മകൻ തന്നെയാണ്, നാരായണക്കുറുപ്പിന്റെ മകനാണ്. പി സി ജോർജ്, അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ KM മാണിയുടെ അനാരോഗ്യം ആ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എങ്ങനെ ജോസ് കെ മാണിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു ആശയ സമരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ബലവത്തായി വളർന്ന് സ്വാധീനമുറപ്പിക്കുക, അതല്ലേ വേണ്ടത്? അതിന് പകരം കിട്ടില്ല എന്നുറപ്പുള്ള ഒരു സീറ്റിനെ ചൊല്ലി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കളി കളിക്കുക. അതെങ്ങനെയാണ് ഗുണം ചെയ്യുക? അത് ഫലത്തിൽ ജോസഫിനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കല്ലേ എത്തിച്ചത്? അല്ല, അതിനകത്ത് അത് മാണിക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അത് ജോസ് കെ മാണിയുടെ കിങ്കരന്മാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ രാജ്യസഭാ സീറ്റ് വന്നല്ലോ. 1 വർഷം ലോകസഭാ മെമ്പറായ ജോസ് കെ മാണിക്ക് എന്ത് കാര്യം അവിടെ? വേറെ എത്രയോ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. എന്തായാലും ആരോടും ചർച്ച ചെയ്യാതെ. അന്നും
ഒരു താലക്കമാടനാണ് ഈ നമ്മുടെ ഈ ചാഴികാടൻ. ഈ താലക്കമാടൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഈരാറ്റുപേട്ട മുസ്ലിങ്ങളുടെ വിവാഹമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ തലാക്ക് പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ യോജിക്കാൻ പറ്റിയില്ല. യോജിക്കാൻ പറ്റണമെങ്കിൽ വേറൊരുത്തരെ കൊണ്ട് ആ സ്ത്രീയെ കെട്ടിച്ച് ഒരു രാത്രി കഴിഞ്ഞ് രണ്ടാം ദിവസം അവനെ കൊണ്ട് തലാക്ക് പറയിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതായത് താലക്കുമാരന്മാരിങ്ങനെ പറയണമുണ്ട്. ഇവന്മാരിങ്ങനെ ഇത് നോക്കിയിരിക്കുക, ആരെങ്കിലും തലാക്ക് പറഞ്ഞ് എപ്പോഴും താലക്കുമാടനായിട്ടിരിക്കുക. അതുപോലെ താലക്കുമാടനാണ് നമ്മളെ ചാഴികാടൻ. കഴിഞ്ഞ രാജ്യസഭാ സീറ്റ് വന്നപ്പോ ഈ താലക്കുമാടന്റെ പേര് പറഞ്ഞു ഇയാളാണ് രാജ്യസഭ MP എന്ന്. നോമിനേഷൻ 2 ദിവസം കൊണ്ട് ഞാനാണെന്ന് പറഞ്ഞ് ഒക്കെ മണിക്ക്. ഇപ്പോഴും എനിക്ക് ഇപ്പൊ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഈ താലക്കുമാടനെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. വാസവനും ജോസ് കെ മാണിക്കും ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായ കച്ചവടമാണ്. അത് കോൺഗ്രസിനെ തോപ്പിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് KC ജോസഫും മറ്റും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടതാണ്. ആ നല്ല ഇത്ര ശുദ്ധനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആ പാവം ഇവിടുന്ന് പാഞ്ഞ് അവിടെ ചെന്ന കോട്ടയത്ത് എന്തിന്. പക്ഷെ ശ്രീ PC ജോർജ് ഇതൊക്കെ അറിയുന്ന ആളാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ. അന്നത്തെ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കർക്കശമായി അവസാനം ഒരു വാക്കും പറയുകയുണ്ടായി, ഇനി ഈ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരമില്ല എന്ന്. അങ്ങനെ മാണി അങ്ങ് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അത്ര തീവ്രമായി, വളരെ അസാധാരണമായി മാത്രമാണല്ലോ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടി അങ്ങനെ പ്രതികരിക്കുക. അന്ന് പ്രതികരിച്ച് കണ്ടതുമാണ്. അതേ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ മുൻകൈയിലാണ് കോൺഗ്രസിന് ഉള്ള രാജ്യസഭാ സീറ്റ് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടാതെ തന്നെ മാണിക്ക് നൽകിക്കൊണ്ട് ഈ രൂപത്തിൽ അവരെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പഴങ്കഥയാണ് എന്ന് പറഞ്ഞ് മറക്കാനുള്ളൊരു മനസ്സ് ആ ഘട്ടത്തിൽ പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു അവിശ്വാസത്തിന്റെ ധാര ശക്തിപ്പെടുന്നു എന്ന നിലയിലൊരു തീരുമാനമെടുക്കാൻ, അത് മറ്റൊരു കക്ഷിയുടെ ഉള്ളിലെ വിഷയത്തിൽ ഇടപെട്ട് തീരുമാനിക്കാൻ കഴിയുക? ഒരു രീതിയും പരഗതിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് നിവൃത്തിയില്ലാതെ കൊടുത്തതാണ്. അത് കോൺഗ്രസിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നു. അത് തന്നെയല്ല, മറ്റു മാർഗം ഇവിടെ ഇല്ലാതായി. അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കളികളുണ്ടായി. കുഞ്ഞാലിക്കുട്ടിയും മാണി ഒരു കൂട്ടുകച്ചവടക്കാരാണ്. ഇപ്പൊ ആ കച്ചവടമൊക്കെ നിന്ന് കാരണം മാണിക്ക് മിണ്ടാമേലായപ്പോ ഇനി മാണിയുടെ കച്ചവടം ഇല്ല. അത് കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു. അന്ന് കുഞ്ഞാലിക്കുട്ടി കൂടിക്കൊണ്ട് ചെയ്താണ് ആ രാജ്യസഭാ സീറ്റ് കൊടുത്ത കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുടെ അനുകൂലമുണ്ട്. മുഴുവൻ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ വേദനയായിട്ട് കിടക്കുക. മാണി പിടിച്ചു പറിച്ച് രാജ്യസഭ എടുത്ത് അറിയാമോ? ഏതൊരു ആർക്കാ കൊടുത്ത മകന്? അതൊന്നും എന്തൊരു മര്യാദകളാണ്. വേറെ ആരും പാട്ടില്ലേ? മാണിയുടെ യൂത്ത് ഫണ്ടിന്റെ പ്രസിഡന്റ് ഉണ്ട്. മാണിക്ക് വേണ്ടി ചാകാൻ ഇന്നലെ വരെ നടന്നവരാ. ആ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുക ശുദ്ധ മര്യാദകളാണ് ഈ ജോസ് കെ മാണി കാണിച്ചത്. പാർട്ടിയുടെ കമ്മിറ്റി അറിയാതെ ലോകസഭയിൽ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. സജീവ് മഞ്ഞക്കടമ്പിലിനെ ആണല്ലോ അങ്ങ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ സന്നിഹിതനാണ്. ശ്രീ PC ജോർജ്, നമുക്ക് പുതിയ കാര്യത്തിലേക്ക് വരാം. അന്നിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നു, അത് ജോസ് കെ മാണിക്ക് പോകുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്, അതായത് ഇതിലൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്നാണോ ഇപ്പോൾ വിചാരിക്കേണ്ടത്? കോട്ടയം സീറ്റും മാണി ഗ്രൂപ്പിന് തന്നെ എന്ന് പറയുമ്പോൾ അന്ന് PJ ജോസഫ് ഇത്തരം ഒരു ആവശ്യവുമായി വരുമെന്നൊന്നും കരുതിക്കൂടാ. ഇപ്പോഴാണ് ഇന്നിപ്പോ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് PJ ജോസഫ് ആ കാര്യം ആദ്യമായി വെളിപ്പെടുത്തുന്നത്. അതായത് ഇത് 2ാം സീറ്റാണ്. കോട്ടയം എന്ന് പറയുന്നത് 2ാം സീറ്റാണ്. രാജ്യസഭാ സീറ്റായിരുന്നു 1ാം സീറ്റ്. അത് ജോസ് കെ മാണിക്ക് കൊടുത്തതുകൊണ്ട് 2ാം സീറ്റിന് പിന്നെ ശക്തനായ എനിക്കാണ് അവകാശം. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. അതല്ലേ സത്യം, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ അവർ ഹൈപ്പവർ കമ്മിറ്റി കൂടിയല്ലോ. 4 ജില്ലാ പ്രസിഡന്റ് ജോസഫിനെ ചീത്ത വിളിച്ചു. അപ്പം മിണ്ടാൻ മേലായിരിക്കും കാര്യങ്ങളെല്ലാം കേട്ട് കൈ പൊക്കി. മിണ്ടാൻ പറ്റിയാൽ പുള്ളി കൈ വെക്കി മതി. അതായത് ആവശ്യ തെറിയായി. ഇനി തെറി പറയണ്ട. ബാക്കിയുള്ളവർ ജോസഫിന് അനുകൂലമായിരുന്നു. അത് പറയിക്കാൻ മാണി സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് പിരിച്ചു. സാധാരണ കേരള സെമ്മിലെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, യോജിപ്പിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ മാണിയും ജോസഫും ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. ഇത് മാണി തന്നെ തീരുമാനിച്ചതെന്ന് കൈപൊക്കി പറഞ്ഞു. ആ ഘട്ടത്തിൽ അതൊരു കീഴ്വഴക്കമാണെന്ന് അംഗീകരിച്ച് PJ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീ PC ജോർജ്, അതെല്ലാം കഴിഞ്ഞ കഥ. അല്ല, എനിക്ക് നേരിട്ട് 1-2 ചോദ്യങ്ങളുണ്ട് അങ്ങയുടെ മറുപടി അറിയാനായി. ഒന്ന്, എന്താണ് കോൺഗ്രസ് PJ ജോസഫിനെ പുനരധിവസിപ്പിക്കാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന പാക്കേജ്? ഒറ്റ പാക്കേജേ ഉള്ളൂ. മാണിക്ക് വേണേ കോട്ടയം സീറ്റ് ജോസഫിന് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാനുള്ള ആർജം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രകടിപ്പിക്കാം. അങ്ങനെ പ്രകടിപ്പിച്ചാൽ മാണി വീട്ടിപ്പോയിരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല. മാണിയുടെ ജോസ് കെ മാണി നോക്കിയാൽ 100 വോട്ട് പിടിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ?
അയാളെ പറ്റി അത്ര നല്ല അഭിപ്രായമാണ് നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോയി രക്ഷപ്പെട്ടത്. ശ്രീ പി സി ജോർജ്, പക്ഷെ അവർക്ക് അവസരമൊന്നും ഇല്ലാതിരിക്കുകയല്ല ചെയ്യുന്നത്. 4 MLA മാരുണ്ട് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന അല്ല ഒരു സെക്കൻഡ്, CPM-മായി അവിശുദ്ധ ബന്ധമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരു പ്രചാരണം അഴിച്ചുവിടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും LDF-ന് മാണിക്ക് വേണ്ടിയും വേണമെങ്കിൽ വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കാം. CPI-യുടെ കടുംപിടുത്തം ഉള്ളതുകൊണ്ട് അത് ആ രൂപത്തിൽ നടക്കില്ലായിരിക്കാം, പക്ഷെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ മാണിക്ക് NDA ഉണ്ട്. മാണി ഇപ്പൊ കോൺഗ്രസ് ഒഴിവാക്കിയാൽ പരിഹാരമായിട്ട് ഈ ഒരു സ്ഥാപനം ഇല്ലെന്നായി പോകും. അതല്ലാതെ ഒരു ചുറ്റും ചൂട്ടാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കില്ല. കോൺഗ്രസ് പാർട്ടി തന്റെ ഇടത്തോടുകൂടി മാണി ഒഴിവാക്കിയിരിക്കുന്നു, ജോസഫിന് കോട്ടയം സീറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ജോസഫ് MP ആകുക മാത്രമല്ല, മാണി എന്ന രാഷ്ട്രീയം എന്നേക്കും അവസാനിക്കും. ഇല്ല, ഇത്തരം തീവ്രമായ നിലപാടുകൾ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് കൈക്കൊള്ളുമെന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക ശ്രീ പി സി ജോർജ്? കാരണം കോൺഗ്രസിൽ ഇവരുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അത് ചെയ്യും. എന്താന്ന് ചോദിച്ചാൽ, മാണി ഗ്രൂപ്പിന്റെ മാണി കേരള എം അതിനകത്തെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഈ ജോസ് കെ മാണി നടപടിക്കെതിരായി തീരുമാനമെടുത്തു കഴിഞ്ഞു. അതാണ് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞത്. സജി മഞ്ഞക്കടമ്പനെ പോലെ ഇതുപോലെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു 80 ലക്ഷം രൂപയെങ്കിലും കടമുണ്ട് ആ ചെറുപ്പക്കാരൻ. അറിയോ കാര്യം ഞാൻ എന്നെ പറയും, അവന് ഞാൻ ഇറക്കുമ്പോഴും ജീവിതം പറയാറ്. പക്ഷെ അവന്റെ ജീവിതം തൊലഞ്ഞു ഈ മാണിയുടെ പറയാണെന്ന്. ആ കിടക്കിനെയാണ് മനസ്സിലാക്കി. അവനെപ്പോലുള്ളവരെ ഇട്ടിട്ടാണ് ഈ ചാഴികാടനെ പോലുള്ള താലക്കന്മാരുടെ സീറ്റ് കൊടുക്കുന്നത്. ആലോചിച്ച് എത്ര വേദനാജനകമായി ഇത്. അതായത് ഞാൻ ഇന്ന് പത്തനംതിട്ടയുണ്ടായിരുന്നു. പത്തനംതിട്ടയുള്ള ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എവിടെ പോയി? വിക്ടർ എന്നിവരെ എവിടെ പോയി? ഇപ്പൊ മാണി കൊടുത്തുണ്ടോ? അതായത് മാണി കൊടുത്തിൽ ജോസ് കെ മാണികളെ തിരിവുകാരല്ലാതെ ഒരു മനുഷ്യനില്ല. തീർന്നു. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ കുക്കർ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ പി സി ജോർജ് പ്രായോഗികമായി ആലോചിച്ചാൽ PJ ജോസഫിനെ ഈ പറയുന്ന പഴയ ജോസഫ് വിഭാഗത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗമായി തന്നെ UDF-ൽ നിലനിർത്തുക എന്നൊരു പോംവഴിയിലേക്കല്ലേ പോകൂ കോൺഗ്രസ് നേതൃത്വം? കോൺഗ്രസ് എന്താ ചെയ്യേണ്ടവരുണ്ട്, ചെയ്തില്ല നന്ദി കിടത്തി. നന്ദി കിടക്കുന്നത് മാത്രമല്ല, UDF-നകത്ത് തീരും. കാരണം UDF-നകത്ത് മുസ്ലിം ലീഗേ ഉള്ളൂ. മുസ്ലിം ലീഗും കോൺഗ്രസ് പിന്നെ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിൽ മാണി ഉയർന്നു പോയി. മാണിയെ കൊണ്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിപ്പിക്കാൻ പറ്റും? ഇല്ലല്ലോ. എങ്ങനെ മുന്നോട്ട് പോകും? അല്ലാതെ ഇപ്പൊ മാണി കൊടുത്തിരിക്കുന്ന MLA-മാര് സ്റ്റീവ് സാറൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒന്നും മാണിയുടെ പറയാനൊക്കെയാണ്. മാണിയുടെ മോഹം കാണുന്നതുകൊണ്ട് മിണ്ടുന്നില്ലെന്നുള്ളൂ. ഈ ജയരാജൻ പോലും മാണി ഇല്ലെങ്കിൽ ഈ ചെറുക്കന്റെ പുറകെ കിടക്കില്ല. എങ്ങനെ നാണക്കേടല്ലേ അവർക്ക്? അതുകൊണ്ട് അതായത് 4 മാസം മാക്സിമം, അതിനപ്പുറത്തോട്ടൊന്നും മാണി ഗ്രൂപ്പൊന്നും മതി പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനിത് പറയുമ്പോൾ ആരും മോശക്കാരനാക്കാൻ പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പറയും. അന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.